ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് പ്രസാദം ലഭിക്കും. ചന്ദനം, അതിൻ്റെ കൂട്ടത്തിൽ പൂക്കൾ, അതുപോലെ തന്നെ ഭഗവാന് ചാർത്തിയ മാലകൾ, ഇതൊക്കെ തന്നെ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ പൂക്കളും ചന്ദനവും മാലയുമൊക്കെ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശുദ്ധം രണ്ടു തരത്തിലുണ്ട്. നമ്മൾ ദേവന് സമർപ്പിക്കാനായി കൊണ്ടുപോകുന്ന പൂക്കളും ദേവന് സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കിട്ടുന്ന പൂക്കളും, ഈ രണ്ട് പൂക്കൾക്കും അല്ലെങ്കിൽ ഈ രണ്ട് മാലകൾക്കും ഒക്കെ തന്നെ രണ്ട് ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിക്കലരാൻ പാടില്ല എന്നുള്ളത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് അർച്ചന പ്രസാദം കിട്ടുന്നു. ഈ പ്രസാദം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, അത് എവിടെയെങ്കിലും വെക്കുന്നു. അത് അവിടെ ഇരുന്ന് ആ ഇലയും പൂവും എല്ലാം കൂടെ ഉണങ്ങുന്നു. അതിനുശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഏതെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലോ എവിടെങ്കിലും കൊണ്ടുവന്നിടുന്നു. ആ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ആ പ്രസാദത്തിൻ്റെ പുറത്തേക്ക് ഏതെങ്കിലും ഒരു പട്ടിയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ ഒക്കെ വന്ന് കാഷ്ടിക്കുകയോ മൂത്രം ഒഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മഹാദോഷമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ഭഗവാന് ചാർത്തിയ മാല, ആ മാല നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ പൂജാമുറിയിൽ ഒരു ഉണ്ണികൃഷ്ണൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രതിമ ഉണ്ട് എന്ന് കരുതുക. ആ പ്രതിമയിലേക്ക് ആ പൂമാല ചാർത്തുന്നതും ദോഷമാണ്. കാരണം രണ്ടിനും രണ്ട് ശുദ്ധമാണ്. ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പൂജിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ ക്ഷേത്ര വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പൂമാല കൊണ്ടുവന്ന് നമ്മൾ പൂജിക്കുന്ന ഭഗവാന്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കാൻ പാടില്ല. ഈ മാല കൊണ്ടുവന്ന് നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ വിളക്ക് തെളിയിക്കാനായിട്ട് എടുക്കുന്ന എണ്ണ, വിളക്കിൻ്റെ തിരി, അതുപോലെ തന്നെ അന്ന് നമ്മൾ പുതുതായിട്ട് ഭഗവാന് ചാർത്താനായിട്ട് ഉപയോഗിക്കുന്ന മാല, പൂക്കള്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കരുതി വച്ചിരിക്കുന്ന പൂക്കള്, പൂജാ സാധനങ്ങള്, അതിലൊന്നും തന്നെ ഒരു ദേവന് ചാർത്തിയതിന് ശേഷം തിരിച്ചു കിട്ടുന്ന പൂക്കളോ അതുപോലെ തന്നെ മാലയോ ഒന്നും നമ്മൾ പരസ്പരം കലരാനായിട്ട് സമ്മതിക്കരുത്, തൊടാനായിട്ടും സമ്മതിക്കരുത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നാളെ ക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പൂജയുണ്ട്, ഒരു ഗണപതി ഹോമം ഉണ്ട് എന്ന് കരുതുക. ഈ ഗണപതി ഹോമത്തിന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഗണപതി ഹോമം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേ ദിവസം വൈകുന്നേരം നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന പ്രസാദങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ പൂജാ സാധനം, അതായത് നാളെ പൂജ ചെയ്യാനിരിക്കുന്ന പൂജാ സാധനത്തിൻ്റെ അടുത്ത് വെച്ച് ഇവ പരസ്പരം തൊടാനായിട്ട് സമ്മതിക്കരുത്. കാരണം രണ്ട് വസ്തുക്കൾക്കും രണ്ട് ശുദ്ധമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന അർച്ചന പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന പൂക്കളും അതുപോലെ തന്നെ ഭഗവാന് ചാർത്തിയ മാലയും ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് എവിടെയെങ്കിലും സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാം. അത് വാടുന്നു അല്ലെങ്കിൽ ചീത്തയാകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തുളസിത്തറയിൽ നിക്ഷേപിക്കാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും അശുദ്ധി ഉണ്ടാകാത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് ഉപേക്ഷിക്കാം. അല്ലാതെ ചവറിൻ്റെ കൂട്ടത്തിൽ പൊതുവായ ഇടങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഉപേക്ഷിക്കാനുള്ള സ്ഥലം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് അർച്ചന പ്രസാദം കിട്ടിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ആ ഇലയും പൂക്കളുമൊക്കെ അവിടെ തന്നെ നമുക്ക് നിക്ഷേപിക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ നിക്ഷേപിച്ചു കൊള്ളുക. ചന്ദനം മാത്രം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് എപ്പോഴെങ്കിലും ചന്ദനം തൊടണം എന്ന ആഗ്രഹമുള്ള സമയത്ത് തൊടുകയും ചെയ്യാം. പക്ഷെ ഈ കാര്യം, അതായത് പൂജ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വസ്തുക്കളും പൂജ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളും തമ്മിൽ ഇടകലരുകയോ പരസ്പരം തൊടാനോ പാടുള്ളതല്ല. ഇക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇപ്പോൾ വീണ്ടും ഒരു സംശയമുണ്ടാകും. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് കിട്ടുന്ന മാല എൻ്റെ വാഹനത്തിൽ ഇടാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം അവിടെ വീണ്ടും ഉണ്ടാകും. വാഹന പൂജ ചെയ്ത് വാഹനത്തിൽ ചാർത്താനുള്ള മാല അതിനുവേണ്ടി പൂജിച്ചു തരുന്നത് നമുക്ക് വാഹനത്തിൽ ചാർത്താം. അതല്ലാതെ പല ക്ഷേത്രങ്ങളിലും ഭഗവാന് ചാർത്തിയ നാരങ്ങാമാല, അല്ലെങ്കിൽ വടമാല, അല്ലെങ്കിൽ താമരമാല, തുളസിപ്പൂമാല, ഇവയൊക്കെ തന്നെ ഭക്തജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ആ മാല നമ്മുടെ വാഹനത്തിൽ ചാർത്തുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. അതായത് ഈ മാല പൊട്ടിപ്പോകാൻ ഇടവരുത്തുക, ആ മാല താഴെ വീണു പോകാൻ ഇടവരുക, അതുപോലെ തന്നെ അശുദ്ധിയുള്ള ആളുകൾ ഈ മാലയിൽ വന്ന് തൊടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാല വാഹനത്തിൽ ചാർത്താം. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പൂജിക്കുന്ന വിഗ്രഹത്തിലോ പ്രതിമയിലോ അതുപോലെ തന്നെ ഫോട്ടോകളിലോ ഒന്നും ചാർത്തരുത്. അത് രണ്ടും രണ്ടാണ്. വളരെ സൂക്ഷിച്ച് ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് സാരം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും നമ്മളൊരു ആവേശത്തിന്റെ പുറത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരും. നാരങ്ങാമാലയൊക്കെ കിട്ടുന്നു, നാരങ്ങാമാല മേടിച്ചോണ്ട് വരും. മേടിച്ചോണ്ട് വന്നിട്ട് ചിലര് എന്ത് ചെയ്യും, അത് അവിടെ വെച്ച് ഉണക്കിക്കളയും. ചിലര് അച്ചാറിടും. അച്ചാറിട്ടതിന് ശേഷവും ഈ അച്ചാറ് കഴിക്കുന്നതിന് ചില രീതികളുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്ത് ആ നാരങ്ങ അച്ചാറിടാൻ പാടില്ല. വിനാഗിരി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അശുദ്ധിയുള്ള സമയത്ത് ഈ നാരങ്ങ അച്ചാറെടുത്ത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മീന്, മുട്ട, ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ നാരങ്ങ അച്ചാർ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പലരും ഭഗവാന്റെ കഴുത്തിൽ ചാർത്തിയിരുന്ന മാല കിട്ടി എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നതും കാണാം. കൊണ്ടുപോകുന്നതൊക്കെ നല്ലത്, നമുക്ക് സന്തോഷം. പക്ഷേ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. അത് പൂജാമുറിയിൽ കൊണ്ടുചെന്ന് വെക്കുമ്പോൾ നമ്മൾ അന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കാനുള്ള എണ്ണയിലോ അതുപോലെ തന്നെ തിരിയിലോ ചന്ദനത്തിരിയിലോ ഭഗവാന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പൂക്കളിലോ ഒന്നും ഈ മാല സ്പർശിക്കുവാൻ പാടുള്ളതല്ല. ഭഗവാന്റെ കഴുത്തിൽ കിടന്നത് കൊണ്ട് തന്നെ ആ മാലയ്ക്ക് ഒരു പ്രത്യേകമായ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ശുദ്ധമുള്ള ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂക്കൾ വാടിക്കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ശുദ്ധിയുള്ള സ്ഥലത്ത് അത് നിക്ഷേപിക്കാം. പക്ഷേ അശുദ്ധിയുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും നിക്ഷേപിക്കരുത്. പൂജ ചെയ്യാൻ കൊണ്ടുപോകുന്ന വസ്തുക്കളിലും പൂജ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വസ്തുക്കളിലും രണ്ട് ശുദ്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ കൂട്ടിമുട്ടാനോ കൂട്ടിക്കലരാനോ പാടുള്ളതല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.